ബാൻസോ നമ്മള് വലിയ തടി കൊടുത്തിട്ട് ഇറക്കണത് ബാൻസോ. ഓ ബാൻസോ, ഓക്കെ ഓക്കെ. അത് റീസോ ചെറുതാക്കിയിട്ട് പിന്നെ വലിയ തടി കൊടുത്ത് ഇതിനകത്ത് കയറ്റിട്ടാണ് ചെയ്യാ. പല സിനിമയിലും വില്ലന്മാരെ നായകന്മാരെ കാണിപ്പാ എന്നിട്ട് അവിടെ എത്തണമ്പോ നമുക്കിത് പേടിയോ എന്ന് വെച്ചാലേ നമ്മള് എല്ലാവരും വിചാരിക്കുന്ന ഒരു കാര്യമാണ് മറ്റുള്ളവരിൽ നിന്ന് കുറച്ച് ഇൻവെസ്റ്റ്മെന്റ് മേടിച്ചിട്ട് നമ്മൾക്ക് ബിസിനസ് തുടങ്ങാം, വിജയിക്കും. അല്ലെങ്കിൽ നമ്മൾ കുറച്ച് സ്മാർട്ട് ആണെങ്കിൽ ആൾക്കാർ നമ്മളെ പിന്നാലെ നടക്കും പൈസയും കൊണ്ട്. എന്റെ പിന്നാലെ കുറെ ആൾക്കാർ നടക്കണ്ടായിരുന്നു പൈസയും കൊണ്ട്. നമുക്ക് ബിസിനസ് ചെയ്യാൻ, ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട്. പക്ഷെ ബിസിനസിന്റെ ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് പൈസ കയ്യിൽ കിട്ടിയത് കൊണ്ട് ഒരാൾ ബിസിനസ്സിൽ സക്സസ്ഫുൾ ആവില്ല. രണ്ടാമത്തെ കാര്യം പറഞ്ഞ ആൾക്കാർ ഇൻവെസ്റ്റ്മെന്റ് മേടിച്ചിട്ട് നമുക്കൊരു ബിസിനസ് സക്സസ്ഫുൾ ആക്കാൻ പറ്റില്ല. നമ്മൾ ബിസിനസ് സക്സസ്ഫുൾ ആക്കി കഴിഞ്ഞാൽ എക്സ്പാൻഷന്റെ ഭാഗമായിട്ടാണ് കാര്യങ്ങൾ വരുന്നത്. നമ്മൾ മോഡുലാർ ഫർണിച്ചർ ഉണ്ടാക്കുന്ന സെക്ഷൻ കാണിച്ചു വൈഫൈയുടെ. പക്ഷെ ഇവിടെ നമ്മൾ പറയുന്നത് ട്രഡീഷണൽ മരപ്പണിയിലുള്ള ബുദ്ധിമുട്ടുകൾ. ഈ ബുദ്ധിമുട്ടുകളൊക്കെ ഫേസ് ചെയ്തിട്ടാണ് ഒരു ബിസിനസ് മുന്നോട്ട് പോകുന്നത്. എനിക്ക് പേടിച്ചിട്ട് എന്റെ കൈയൊക്കെ വറക്കണ്ടായിരുന്നു. അതിപ്പോ 2 ദിവസം കഴിയുമ്പോൾ മാറും. നിങ്ങളൊന്ന് കാണിക്കട്ടെ വാ. എന്തായാലും കാലങ്ങളായിട്ട് ചെയ്യണമെന്ന് തോന്നുന്നു അല്ലേ? 24 വർഷമായിട്ട് ഈ രംഗത്തുണ്ട്. പേര് ദാസൻ. ചേട്ടന്റെ പേര് ഉണ്ണി. ഈ പണി തന്നെയാണോ ഫുൾ ടൈം? പേടിയൊന്നുമില്ലല്ലോ, 30 കൊല്ലമായിട്ട് തന്നെ പെടാ. മക്കളൊക്കെ കല്യാണം കഴിച്ചിട്ടില്ല? അപ്പൊ ഈ കിട്ടുന്ന പൈസക്ക് എന്ത് ചെയ്യും? അഭിവാദനാണ്. ഗവൺമെന്റിലേക്ക് കുറെയൊക്കെ സമർപ്പിക്കും. ഗവൺമെന്റിലേക്ക്. അവിവാഹിത ജീവിതം ഹാപ്പിയാണോ? ഹാപ്പിയാണ് അല്ലേ? അതുകൊണ്ടാണ് ഇങ്ങനെ ചിരിക്കണത്. അപ്പൊ ഇവിടുന്നാണ് ഇവിടത്തെ പണികൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. വുഡ് വന്നു, നമ്മൾ ഈർന്നു, ചെറിയ മില്ലില് സൈസ് ആക്കി വീണ്ടും നമ്മളത് ആ കാർപ്പൻട്രി യൂണിറ്റിലേക്ക് പോകും. അപ്പൊ ബാൻസോയില് ഫുൾ വുഡ് നമ്മൾ കട്ട് ചെയ്യും. ലോഗ് കൊടുന്ന ഇവിടുന്നാണ് കട്ട് ചെയ്യും. അത് കഴിഞ്ഞാൽ റീസോയില് കട്ട് ചെയ്തത് നമ്മളുടെ മെഷർമെന്റിനനുസരിച്ച് സെറ്റ് ചെയ്തിട്ട് ഇതാക്കും അല്ലേ? ഓക്കെ, നേരെ ഇനി ഫാക്ടറിയിലോട്ട്. ഇതാണ് ഫാക്ടറി. ഞാൻ എന്റെ ഷൂവിന്റെ ഒരു ചെറിയൊരു ഇതിപ്പോ ചവിട്ടണോണ്ട് കുഴപ്പമില്ല. അവിടെ നിന്ന് മുറിച്ചിട്ട് കൊണ്ടുവരുന്ന തടികളാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. ഇവിടെ എന്തൊക്കെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ആക്ച്വലി ഇവിടെ വുഡിന്റെ എല്ലാ ഫർണിച്ചറുകളും, ടേബിളുകള്, ചെയറുകള്, അതുപോലെ ഓഫീസ് ഫർണിച്ചറുകള്, കോട്ടുകള്, ബെഡ്റൂം സെറ്റുകളൊക്കെ ഇവിടെ നമ്മള് വുഡനില് മഹാഗണി. നിങ്ങളപ്പോ ട്രീറ്റഡ് വുഡ്, പ്ലൈവുഡ് അങ്ങനത്തെ മോഡുലാർ മാത്രമല്ല ഹാൻഡ് മെയ്ഡ് ആയിട്ടും ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മുടെ പ്രൊഡക്ഷൻ, അതൊക്കെ നമ്മുടെ പ്രൊഡക്ഷനിലുള്ളതാണ്. പിന്നെ ഇതൊക്കെ ഇങ്ങനെയുള്ള ഇതിന്റെ മുകളിൽ ആർട്ടിഫിഷ്യൽ മാർബിൾ. ഇത് ഹാൻഡ് മെയ്ഡ് ആണോ ചെയ്തിട്ടുള്ളത്? ഹാൻഡ് മെയ്ഡ് ആണ്. ഇതൊരു ക്രെഡൻസ പോലെ ചെയ്തിട്ടുള്ളതല്ലേ? ഇത് കഴിഞ്ഞാൽ അവിടെ നിന്ന് നേരെ വന്ന കാർപ്പൻട്രി യൂണിറ്റില്, കാർപ്പൻട്രി നേരെ നമ്മള് സീലർ ഫിനിഷില് കാർപ്പൻട്രി വർക്കിലേക്ക് പോകും. ഇതൊക്കെ അർജുനാണ് നമ്മുടെ മുതിർ. അർജുൻ അവിടെ പോയി. അർജുൻ ഈ കോലം നോക്കണ്ട. അർജുൻ മുതലാളി രൂപ ഉണ്ടാക്കുന്ന ആളാണ്. ഇവരൊക്കെ പുറത്തുനിന്നുള്ളവരാണ് അല്ലേ? കംപ്ലീറ്റ്. വായോ കം കം. ഇതില് പല ആളുകളും ഇവിടെ വീടൊക്കെ വെച്ചിട്ട് കുട്ടികളൊക്കെ ഇവിടെ ലോക്കൽ ചേർത്തിട്ടുണ്ട്. നമ്മളാണ് ലോക്കൽ ഗാർഡിയനൊക്കെ. പല ആളുകളുടെ കുട്ടികളോട് മലയാളം പഠിച്ച എല്ലാരും. आपको भी मालूम नहीं है? किधर से आप? कलकत्ता पूरा? कारपेंटर फुल बिहार? कारपेंटर फुल कलकत्ता। कॉलेज वाला बिहार का। कॉलेज वाला? पुलिस वाला। अर्जुन कलकत्ता में? कलकत्ता से? कलकत्ता 30 किलोमीटर। क्या नाम है गांव का? गांव का मदनपुर। मदनपुर मालूम है मुझे। मदनपुर मैं कलकत्ता 4 बार आया था, मुझे अच्छा नहीं लगा। कल्याणी का पास 12 പേരുണ്ട്. വേറെ കുറച്ച് പ്രത്യേകത ഉണ്ട് ഇവിടെ. കേരളത്തിലെ ആദ്യത്തെ കാർപ്പൻട്രി യൂണിറ്റില് അർജുൻ മാത്രമാണ് AC കിടക്കുന്ന. നമ്മുടെ ഒരു എങ്ങനെയാണ് അതിന്റെ പരിപാടി? എയർ കണ്ടീഷനിലാണ് കിടക്കുന്നത്. AC റൂമാണ് അർജുന് കൊടുത്തേക്കുന്നത്. അർജുൻ അത്രയും നമുക്ക് വിലപ്പെട്ട ഒരാളാണ്. അർജുൻ അപ്പൊ വരുമ്പോഴേ കാർപ്പൻട്രി കറക്റ്റ് അറിയാമായിരുന്നു. അർജുൻ ഇതിന്റെ മെയിൻ ആളാ. അപ്പൊ എങ്ങനെ കിട്ടി അർജുനെ? അർജുൻ എങ്ങനെയൊക്കെ इधर में पहुंचा। मैं दूसरा कंपनी में काम करता था, तो बाद में इधर में आया। कितना साल पहले? कलकत्ता इधर में ये 3 साल हो गया ये कंपनी में। बहुत खुश लगता है। खुश नहीं तो क्या है, खुश होता का तो काम करेगा ना। ഇവിടെയും പീസ് വർക്കാണ്, ജോബ് വർക്കാണ്. ജോബ് വർക്ക് അല്ലേ? वो अच्छा है ना, आपके लिए बेहतर जॉब वर्क ही है ना? अच्छा है। पीस वर्क करेगा तो
डेली वर्किंग में करेगा, कोई आदमी क्या हुआ बैठा है जल्दी करो, वो टेंशन और नहीं अच्छा नहीं करेगा, ये जो लेजी होके करेगा, लात मार के करेगा. नहीं, काम का लाभ कैसे करेगा? ഈ കോട്ടൊക്കെ ഇവിടെ ഉണ്ടാക്കുന്നതാണ് ഇതാണ്ടല്ലോ. ഇതിൽ പലതിനും നമ്മളൊരു ടെംപ്ലേറ്റുകളാണ് ഇത് വെച്ചിട്ടാണ് ഇത് പകുതി മാനുവൽ പകുതി മെഷീൻ അല്ലേ? പകുതി മാനുവലാണ്. ഇതുപോലെ ടെംപ്ലേറ്റുകൾ ഉണ്ടാക്കിയിട്ട് ഈ ടെംപ്ലേറ്റിൽ നിന്നാണ് ഓരോ പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നത്. ഇത് അതിന്റെ മോഡൽ ഉണ്ടാക്കി വെച്ച് കട്ട് ചെയ്ത് വെച്ചേക്കുക, അതിന്റെ മെഷർമെന്റ് കറക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഒന്നുണ്ടാക്കി അടുത്ത സമയം ഓർഡർ ഇത് കമ്പ്യൂട്ടറിൽ കട്ട് ചെയ്ത് വെച്ചേക്കാണ്. അല്ല, ഇത് ഇവർ മാനുവൽ കട്ട് ചെയ്യും. മാനുവൽ കട്ട് ചെയ്താണ്, മാനുവൽ കട്ട് CNC കട്ടിംഗ് അല്ല. ഇതല്ല, ഇത് കണ്ടില്ലേ അതുപോലത്തെ പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിന്റെ മാലാണ് ഇത്. എന്നിട്ട് ഇവര് കൈ കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. അതെ 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 അതെ. कौन बनाया ये हाथ से? आपने बनाया? सब लोग मालूम, ये कर पूरा ऐसा करते हैं, कैसे करते हैं भाई? वो रूटर से कटिंग करके बाद में ज्वाइन करता है. എക്സാക്ട് സർക്കിൾ ഒക്കെ അല്ലേ? കറക്റ്റ് മെഷീൻ. അതാണ് അവര് ആ ടെംപ്ലേറ്റ് വെച്ചിട്ടുണ്ടാക്കുക. നാം ക്യാ ആപ്കാ? അമർ വിശ്വാസ്. ഈ ബംഗാളിൽ അല്ല, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങൾക്ക് ഇത് കമ്പ്യൂട്ടറിൽ അങ്ങനെ കട്ട് ചെയ്ത് വരുന്നതല്ലേ നിങ്ങൾ കുറച്ചുകൂടി ഈസി? അല്ല, ഇവരിത് ഇങ്ങനെ കൈകൊണ്ട് ഉണ്ടാക്കുക ചെയ്യാം മോഡൽ കണ്ടിട്ട്. അത് ഈ ടെംപ്ലേറ്റ് ഉണ്ടാക്കലാണ് ഏറ്റവും വലിയ പണി. ഇതെങ്ങനെ ഇത്ര പ്രൈസ് കുറച്ച് വിൽക്കാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കമ്പനിയിലും ഇതുപോലെ ടെംപ്ലേറ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. അതിന്റെ മുകളിൽ നിന്നാണ് ഇവർ മേക്ക് ചെയ്യുക. ഒരെണ്ണം പുതിയത് ഉണ്ടാക്കണമെങ്കിൽ ഒരു 4 ദിവസമൊക്കെ പിടിക്കും കറക്റ്റ് ചെയ്ത് വീട്ടിലുള്ള ഡൈനിങ് ടേബിൾ ഹൈറ്റ് കൂടുതലാ പറഞ്ഞില്ലേ, അത് ഇതുപോലത്തെ ടെംപ്ലേറ്റ് ഇല്ലാതെ മാനുവലായിട്ട് ഒരാൾ ഐഡിയയിൽ ഉണ്ടാക്കുന്നതുകൊണ്ട് ഹൈറ്റ് കൂടിയും കുറഞ്ഞും ബാലൻസർ അല്ലാതെ ഇരിക്കുന്നത്. അതുകൊണ്ടാണ് ശരിക്കും ഇതുപോലെ ഉണ്ടാക്കുമ്പോ കറക്റ്റ് ആയിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു മാസ്റ്റർ ടെംപ്ലേറ്റ് ഉണ്ടാക്കുന്നത് ഇദ്ദേഹമാണ്. അതെ, ഇദ്ദേഹം അത് ഉണ്ടാക്കി പെർഫെക്റ്റ് ആയി കഴിഞ്ഞാൽ ബാക്കി പിന്നെ ഇവര് റെപ്ലിക്കേറ്റ് ചെയ്തു. അതെ 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 അതെ. ഇതൊക്കെ ഇപ്പൊ ആദ്യം ഒരു ടെംപ്ലേറ്റ് ഉണ്ടാക്കും, ഇത് ചെയറിന്റെ ആണ്. അപ്പൊ ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ ഇതിന്ന് കോപ്പി എടുക്കാൻ എളുപ്പം അവർക്ക്. അത് പെർഫെക്റ്റ് ഷേപ്പിലാണ് അല്ലെ? കറക്റ്റ്. ഒരു 2 എണ്ണം എടുത്തു കഴിഞ്ഞാൽ ഒരു വ്യത്യാസം ഉണ്ടാകാൻ പാടില്ലോ. കറക്റ്റ് ഉണ്ടോ? മറ്റേ പണ്ട് ബാലരമയോ പറഞ്ഞാൽ വ്യത്യാസം കണ്ടുപിടിക്കാന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ഒന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല. ഇനി ഇവിടുന്ന് നമ്മൾ ഇതാ കോട്ടൊക്കെ അങ്ങനെ ഉണ്ടാക്കി അതിന്റെ സൈഡൊക്കെ ഉണ്ടാക്കി. ഇവിടുന്ന് നമ്മൾ ഇത് എന്ത് വുഡാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത്? ഇത് നമ്മൾ മഹാഗണി ഉപയോഗിക്കുന്നുണ്ട്, തേക്ക് ഉപയോഗിക്കുന്നുണ്ട്. ട്രീറ്റ് ചെയ്തിട്ടാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടുന്നാണ് ഇതാണ് സാൻഡറിങ് വർക്ക്. നമ്മൾ ഇതിന്റെ ഫിനിഷിംഗ് വരുത്തുന്നത്. പോളിഷ് ഇതുപോലെ വരും. പോളിഷിന്റെ ആദ്യ ഭാഗം സീലർ ഫിനിഷ് ആണിത്. അപ്പൊ ഇവിടെയാണ് ഈ മറ്റേ ഫിനിഷ് ആക്കിക്കൊണ്ടിരുന്നത്. ഒരച്ചൊരച്ച് കൈ കൊണ്ട് തന്നെ ചെറിയ ഇതൊക്കെ വെച്ചിട്ട് ക്ലിയർ ചെയ്യും. ഇപ്പൊ ഇതെല്ലാം സാൻഡിങ് ചെയ്ത് കറക്റ്റ് ആക്കും, ഫിനിഷ് ആക്കും. അതിനുശേഷം പോളിഷ് ചെയ്യും. ഇത് ഇവിടുന്ന് പോളിഷ് ചെയ്ത പിന്നെ കഴിഞ്ഞു, ഫിനിഷായി. പാക്ക് ചെയ്തു, ഡെലിവറി കൊടുക്കുക. അത് നമുക്ക് ഏത് കളറിൽ വേണമെങ്കിലും ഇതുപോലെ പോളിഷ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ. ഇതിപ്പോ സ്റ്റാർട്ടാണ് അല്ലേ ഇതിന്റെ? നമുക്ക് വേറെ വേറെ കളറിൽ ഇങ്ങനെ ഉണ്ടാക്കാൻ പറ്റും. നമ്മുടെ ഈ കമ്പനിയിൽ നിന്ന് സിയാലിക്ക് വരെ, കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് വരെ ഫർണിച്ചറുകൾ കൊടുക്കുന്നുണ്ട്. അതിന്റെ ബാക്കിയൊന്നും തോന്നുന്നില്ല ഇതൊക്കെ. കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിൽ പോകുന്ന ആളുകൾക്ക് ഈ ചെയർ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ കമ്പനിയിൽ നിന്നാണ് ഉണ്ടാക്കിയത്. പാക്കിംഗ് ആണ് ഇത്, ഫിനിഷ് ചെയ്തിട്ട് പോളിഷ് ഓർഡർ അയക്കുന്നത് അല്ലേ? ഈ പ്രോസസ്സുകളെല്ലാം ചെയ്ത് സക്സസ്ഫുൾ ആയത് ഒരു ദിവസം മാത്രം പോരാ, ഓരോ ദിവസങ്ങളിലും ഫിനിഷ് നോക്കാവോ? ഇത് ശരിക്കും മറ്റേ ബ്യൂട്ടിഫുൾ. ഇതാണ് എയർപോർട്ടിലൊക്കെ വേണ്ടിട്ടുള്ളത്. ബെവലിന്റെ ഒക്കെ ഒരു ഫിനിഷിംഗ് ഒക്കെ സ്ട്രോങ്. ഇതിന് ശരിക്കും ഒരു ഇമ്പോർട്ടന്റ് ലുക്ക് ഉണ്ടല്ലോ അല്ലെ? കറക്റ്റ്. നിങ്ങൾ ഹോട്ടൽ ഇൻഡസ്ട്രിയിൽ ആയതുകൊണ്ട് ഇതിന്റെ കുഷ്യന്റെ ഫിനിഷിംഗിന്റെ ഓഫ് കോഴ്സ് ആണ് ഞാൻ പറഞ്ഞ ഒരു ഫിനിഷിങ്ങിന് ഒരു പ്രീമിയം ലുക്ക് വരുന്നുണ്ടല്ലോ ഇതിന്. നല്ല പോളിഷ് ആയിട്ട്. ഇവിടെ നമ്മളിപ്പോ ഈ കണ്ട ഇവര് കൂടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ് ഇതുപോലെ എത്രയോ ചെയറുകൾ, എത്രയോ ബെഡുകൾ, എത്രയോ അങ്ങനെ എത്രയോ പ്രോഡക്റ്റുകൾ, എത്രയോ ആളുകൾ അല്ലെ? കിടക്കാനും ഫർണിച്ചറുകൾ ഇഷ്ടം പോലെ എല്ലാത്തിനും. അത് മാത്രം പോരാ, അതെല്ലാം അസംബിൾ ചെയ്ത് കറക്റ്റ് ചെയ്ത് സെയിൽ ചെയ്ത് മാർക്കറ്റിംഗ്, ബ്രാൻഡിങ്, അങ്ങനെ ധാരാളം ഘടകങ്ങൾ കൂടി ചേരുമ്പോഴാണ് ഒരു ബിസിനസ് ഡെവലപ്ഡ് ആവുന്നത്, ഒരു ബിസിനസ്മാൻ ഉണ്ടാകുന്നത്, ഒരു ബ്രാൻഡ് ഉണ്ടാകുന്നത്.